ഹലോ ഗൈസ്, അപ്പം ഞങ്ങളുടെ ക്ഷേത്രത്തിൽ, അതായത് കരിക്കകം ക്ഷേത്രത്തിൽ ഉത്സവം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഒന്നാം ഉത്സവ ദിവസമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ അന്നദാന സദ്യയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് കരിക്കകത്തമ്മയുടെ അന്നദാന സദ്യ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ കഴിക്കാൻ വന്നപ്പോഴേക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ. കാരണം ക്യൂ അങ്ങ് റോഡും കഴിഞ്ഞ് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 100 മീറ്ററോളം ക്യൂ പോയിട്ടുണ്ടായിരുന്നു ഞാൻ എത്തിയപ്പോൾ. നമ്മുടെ ക്ഷേത്രത്തിലെ അന്നദാന സദ്യയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ ഏകദേശം പന്തലിനകത്ത് 1000-ലധികം ആൾക്കാർക്ക് ഒരേ സമയം ഇരുന്ന് അന്നദാന സദ്യ ഇരുന്ന് കഴിക്കാൻ പറ്റും. ഇവിടെ ഇരുത്തി ഇലയിലിട്ടുള്ള വലിയ സദ്യയാണ്. തനിനാടൻ തിരുവനന്തപുരം സദ്യ തന്നെയാണ്. ഒരു 18 കൂട്ടം കറികളും പായസവും എല്ലാം ചേർന്നിട്ടുള്ള നല്ല അടിപൊളി ഗംഭീരം സദ്യ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. എനിക്ക് ഇവിടെ തിരുവനന്തപുരത്തുള്ള മിക്കവരും ഇത് കഴിച്ചിട്ടുണ്ട്. മാത്രമല്ല പുറമേ നിന്നും ആൾക്കാർ ഇവിടെ അന്നദാന സദ്യ കഴിക്കാൻ വേണ്ടി വരാറുണ്ട്. പക്ഷേ അധിക നേരമൊന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല, ഇത്ര തിരക്കുണ്ടായിട്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി കേട്ടോ. ഏകദേശം അകത്തേക്ക് കയറാറായി. അകത്തേക്ക് ആളെങ്ങനെ പറന്ന് വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് അകത്തെ തിരക്ക് കേട്ടോ. ഇത്രയും ആൾക്കാർ, ഏകദേശം 1000-ഓളം ആൾക്കാർക്ക് ഒരേ സമയം ഈ അന്നദാന മണ്ഡപത്തിനകത്തിരുന്ന് അന്നദാന സദ്യ കഴിക്കാൻ പറ്റും. ഇതുപോലെ ഇരുത്തി ഇലയിട്ടാണ് അന്നദാന സദ്യ ഇവിടെ വിളമ്പുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇത്രയും ആൾക്കാർക്ക് ഒരു ദിവസം തന്നെ ഏകദേശം 25,000 പേരോളം അന്നദാന സദ്യ കഴിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇത്രയും കറികളാണുള്ളത്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, കിച്ചടി, പച്ചടി, പിന്നെ ഇത് സ്പെഷ്യൽ ഐറ്റമാണ് ഫ്രൂട്ട് സലാഡ്, തോരൻ, തീയൽ, പിന്നെ അവിയൽ, ഓലൻ, കൂട്ടുകറി, ഇത്ര ഐറ്റം. പിന്നെ പച്ചൽ, ഉപ്പേരി, പഴം, പപ്പടം. ഇപ്പം ചോറ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് സെറ്റ് തന്നെ ചോറും അതിൻ്റെ കൂടെ തന്നെ നല്ല പരിപ്പ് കറിയാണ് ഒഴിച്ചത്. അത് ഏകദേശം ഫിനിഷ് ചെയ്തപ്പോൾ തന്നെ അതേ ചോറും പിന്നെ അടുത്ത സെറ്റ് ചോറും അതിൻ്റെ കൂടെ തന്നെ നല്ല സാമ്പാറും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല അടപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതുവരെ കരിക്കകത്ത് അന്നദാന സദ്യ കഴിക്കാൻ വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്യണം. കാരണം ഗംഭീര അന്നദാന സദ്യയാണ്. അപ്പോൾ ഇന്ന് ഒന്നാം ഉത്സവ ദിവസമായിരുന്നു. ഇന്ന് 24 മാർച്ച് ചൊവ്വാഴ്ചയായിരുന്നു. അപ്പോൾ അന്നദാന സദ്യ 6ാം ഉത്സവ ദിവസം, അതായത് 29-ാം തീയതി ഞായറാഴ്ച വരെ അന്നദാന സദ്യ ഉണ്ട്. അപ്പോൾ പൊങ്കാല വരുന്നത് മാർച്ച് 30-ാം തീയതിയാണ്, അതായത് തിങ്കളാഴ്ചയാണ്. 28-ാം തീയതിയും 29-ാം തീയതിയും ശനി ഞായർ ദിവസങ്ങളിൽ ദേവി തങ്കരഥത്തിൽ പുറത്തെഴുന്നള്ളും. അപ്പോൾ ഈ അന്നദാന സദ്യ ഇനിയുള്ള 5 ദിവസവും അന്നദാന സദ്യയുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കഴിക്കണം. മാത്രമല്ല വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.